ഇനി നമുക്ക് ഫസ്റ്റ് എക്സസൈസിലെ പ്രോബ്ലംസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് എക്സസൈസിലെ പ്രോബ്ലംസ് നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സെറ്റ്സ്? ഇതിൽ തന്നിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് സെറ്റ്, എന്തുകൊണ്ട് എന്നുള്ളത് പറയാനാണ് നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് നോക്കാം. The collection of all the months of a year beginning with the letter J. ജയിൽ തുടങ്ങുന്ന എല്ലാ മാസങ്ങളുടെയും കളക്ഷൻ. ഇത് സെറ്റ് ആകുമോ? തീർച്ചയായിട്ടും സെറ്റ് ആകും അല്ലേ? നമ്മളെ ഇംഗ്ലീഷ് കലണ്ടറാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം അതില് നമ്മളുടെ എല്ലാ മാസത്തിലും ജയിൽ തുടങ്ങുന്ന എല്ലാ മാസങ്ങളുടെയും കളക്ഷൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം എത്ര മാസങ്ങളുണ്ട്? 12 മന്ത്സ് ഉണ്ട് അല്ലെ? ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓക്കെ, 12 മാസങ്ങളാണ് നമുക്ക് അവിടെ ഉള്ളത്. ഓക്കെ, ഇതില് ജയിൽ തുടങ്ങുന്ന ഏതൊക്കെയെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ലേ? ഏതൊക്കെയാണ്? സെറ്റ് ഒന്ന് എഴുതി നോക്കാം. ഏതൊക്കെയാണ്? ജാനുവരി, ഫെബ്രുവരി വരില്ലല്ലോ, ജയിലല്ലേ. ഓക്കെ, ജാനുവരി, ഫെബ്രുവരി ഇല്ല, മാർച്ച് ഇല്ല, ഏപ്രിൽ ഇല്ല, മെയ് ഇല്ല, ജൂൺ. അത് കഴിഞ്ഞിട്ട് അടുത്ത് എന്ത് വരും? ജൂൺ. അതിനുശേഷമോ ജൂലൈ. അടുത്ത് ഓഗസ്റ്റ് ഇല്ല, സെപ്റ്റംബർ ഇല്ല, ഒക്ടോബർ ഇല്ല, നവംബർ ഇല്ല, ഡിസംബർ ഇല്ല. അപ്പം നമ്മൾ ആരടുത്തൊക്കെ ചോദിച്ചാലും നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ? ഈ 3 പേരെയും മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം ഇതെന്ന് പറയുന്നത് വ്യക്തമാണ്, ആരൊക്കെ അതിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. സോ കളക്ഷൻ ഓഫ് ഓൾ ദ മന്ത്സ് ഓഫ് ദി ഇയർ ബിഗിനിങ് വിത്ത് ദ ലെറ്റർ ജെ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ആണ്. എന്താണ്? സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ അത് സെറ്റ് ആണ് നമുക്ക് പറയാം. അടുത്തത്, ദ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലുള്ള ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള 10 റൈറ്റേഴ്സ് ആരൊക്കെയായിരിക്കും? നമ്മൾക്കറിയാം, നമ്മൾ ഓരോ നാട്ടിലും പോയി ചോദിച്ചാൽ അവരുടെ നാട്ടിലുള്ള ആൾക്കാരായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലേ? അപ്പോൾ അതാത് നാടുകൾക്കനുസരിച്ച് ആൾക്കാർ ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും. ഇനി ഒരേ നാട്ടിലുള്ളവരാണെങ്കിൽ കൂടിയും ചിലർക്ക് ഫേവറേറ്റ് ഒരാളായിരിക്കും, വേറെ ആൾക്കാർക്ക് ഫേവറേറ്റ് വേറൊരാളായിരിക്കും. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അവരുടെ അഭിപ്രായങ്ങളും അതനുസരിച്ച് മാറും. കാരണം നമുക്ക് മോസ്റ്റ് ടാലന്റിനെ നമുക്ക് അളക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് മോസ്റ്റ് ടാലന്റ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കനുസരിച്ചും അഭിപ്രായം മാറും. ഇപ്പൊ ഞാൻ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരായിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അപ്പം ഞാൻ പറയുന്ന 10 പേരായിരിക്കില്ല ആര് പറയുന്നത്? നിങ്ങൾ പറയുന്നത്. അപ്പൊ അത് നമുക്ക് അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ മാറിക്കൊണ്ടിരുന്നത് സെറ്റ് ആവോ? ആവില്ല. കാരണം ഒരു കളക്ഷൻ ആയാൽ മാത്രം പോരാ, എന്തും കൂടെ ആകണം? വെൽ ഡിഫൈൻഡ് ആകണം, വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നതായിരിക്കണം. ഇന്നാള് അതിൽ വരുമോ വരില്ലയോ എന്ന്. ഓൾ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞത് നമുക്ക് ചിന്തിക്കാമായിരുന്നു. ബട്ട് മോസ്റ്റ് ടാലന്റഡ് എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിക്കനുസരിച്ചും അത് മാറും. സോ നോട്ട് എ സെറ്റ്. സെറ്റ് ആകോ? നോട്ട് എ സെറ്റ്. അടുത്ത്, എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മെൻസ് ഓഫ് ദ വേൾഡ്. ലോകത്തിലെ 11 ബെസ്റ്റ് ബാറ്റ്സ്മാൻമാരുടെ കളക്ഷൻ. നമുക്ക് IPL കഴിയുമ്പോൾ നമുക്ക് അറിയാമല്ലേ, മറ്റെന്തോന്ന് 11 പേരെ നമ്മൾ ഡ്രീം 11 അതിനുവേണ്ടി നമ്മൾ സെലക്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും സെലക്ട് ചെയ്ത ആൾക്കാരെ വ്യത്യസ്തമായിരിക്കും അല്ലെ? പലരും വ്യത്യസ്തമായിട്ട് വരും. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ്? അതൊരു സെറ്റ് ആകത്തില്ല. കാരണം ഓരോരുത്തർ സെലക്ട് ചെയ്യുന്നതും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പം അത് സെറ്റ് ആകുമോ? ഇല്ല. ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. ഓക്കെ, കാരണം ഒരാൾക്ക് ചിലപ്പോൾ ധോണിയെ ഭയങ്കര ഇഷ്ടമായിരിക്കും, ആള് പറയും ധോണി ഇതിന്റെ അകത്ത് വരും. വേറെ ആൾക്ക് ചിലപ്പോൾ ധോണി ആയിരിക്കും ഇഷ്ടം, വേറെ ഏതെങ്കിലും കുറച്ച് പ്ലേയേഴ്സിനെ ആയിരിക്കും ധോണിയെ ഇഷ്ടപ്പെടുന്ന എന്നില്ല. അപ്പൊ അയാൾ പറയും ധോണി ഇതിന്റെ അകത്ത് വരില്ല എന്ന്. അപ്പൊ അത് വ്യക്തികൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതിന് കൃത്യമായിട്ട് ഇന്നതൊക്കെ വരും വരില്ല എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. സോ അതെന്ന് പറയുന്നത് സെറ്റ് അല്ല. അടുത്തത്, ദ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ ബോയ്സിന്റെയും കളക്ഷൻ. അത് നമ്മളുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ ആ ക്ലാസ്സിന്റെ അകത്തുള്ള ബോയ്സുകൾ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നമ്മളിപ്പോ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസ്സിന്റെ അകത്തുള്ള ബോയ്സുകൾ എന്ന് പറയുന്നത് എന്താണ്? ഡിഫൈൻഡ് ആണ് അല്ലെ? നമ്മളുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ക്ലാസ്. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിന്റെ അകത്ത് അതിപ്പോ കൃത്യമായിട്ടുള്ള ഒരു സ്കൂള്,
അതിൽ ആ ഒരു ക്ലാസ്, അതിൻ്റെ അകത്ത് വരുന്ന ബോയ്സിന്റെ കളക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഡിഫൈൻഡ് ആണ്. ഇന്ന ആൾ ആ ക്ലാസ്സിൽ വരുമോ, ഇന്ന ബോയ് അതിൽ വരുമോ, അല്ലെങ്കിൽ ഇന്ന ആൾ വന്നത് അത് ബോയ് ആണോ അല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. സോ അതെന്ന് പറയുന്നത് സെറ്റ് കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ സെറ്റ്. ഓക്കെ, അടുത്ത് ദ കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100. 100-നെക്കാട്ടി ചെറിയ നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ. അത് കൃത്യമായിട്ട് പറയാൻ കഴിയില്ലേ? യെസ്, 100-നകത്തുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ എന്ന് പറയുമ്പോൾ ആരെങ്കിലും അതിൻ്റെ അകത്ത് 0 പറയോ? ഇല്ല, കാരണം നാച്ചുറൽ നമ്പേഴ്സ് തുടങ്ങുന്നത് 1-ൽ നിന്നാണ്. ഇനി ആരെങ്കിലും അതിൻ്റെ അകത്ത് 110 പറയോ? ഇല്ല, കാരണം 100 വരെയുള്ളത് ലെസ് ദാൻ 100 നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. സോ 1, 2, 3 അങ്ങനെ 99 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. അത് വ്യക്തമായിട്ട് നമുക്ക് പറയാം ആര് വരും വരില്ല എന്നുള്ളത്. സോ കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100 എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ആണ്. ഇനി അടുത്തത് എ കളക്ഷൻ ഓഫ് വവൽസ് റിട്ടൺ ബൈ ദ റൈറ്റർ മുൻഷി പ്രേംചന്ദ്. മുൻഷി പ്രേംചന്ദ് എഴുതിയ നോവലുകളുടെ കളക്ഷൻ, അത് സെറ്റ് ആയിരിക്കുമോ? തീർച്ചയായിട്ടും സെറ്റ് ആയിരിക്കും. കാരണം ആ വ്യക്തി എഴുതിയ നോവലുകളുടെ കളക്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിൽ ഏറ്റവും നല്ല നോവൽ അല്ലെങ്കിൽ ഏറ്റവും മോശം നോവലുകളുടെ കളക്ഷൻ എന്നൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ അത് സെറ്റ് ആകത്തില്ല. പക്ഷെ ഇവിടെ നോവലുകളുടെ കളക്ഷൻ, മുൻഷി പ്രേംചന്ദ് എഴുതിയ നോവലുകളുടെ എല്ലാത്തിന്റെയും കൂടെ കളക്ഷൻ. അപ്പൊ ഒരു നോവൽ എടുത്താൽ അത് മുൻഷി പ്രേംചന്ദ് എഴുതിയതാണെങ്കിൽ അത് ആ കളക്ഷന്റെ അകത്ത് വരും. ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വരുമോ? ഇല്ല. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും വരുമോ ഇല്ലയോ എന്ന്. സോ അതുകൊണ്ട് ഇത് കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടൺ ബൈ മുൻഷി പ്രേംചന്ദ് എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ആണ്. അടുത്തത് ദ കളക്ഷൻ ഓഫ് ഓൾ ഈവൻ ഇൻഡിജേഴ്സ്. ഈവൻ ഇൻഡിജേഴ്സിന്റെ കളക്ഷൻ പറയാൻ കഴിയില്ലേ? 4 ഈവൻ ഇൻഡിജർ ആണോ? യെസ്, അപ്പൊ ഇതിന്റെ അകത്ത് വരും. 9 ഈവൻ ഇൻഡിജർ ആണോ? അല്ല, അപ്പൊ ഇതിന്റെ അകത്ത് വരില്ല. നമുക്കപ്പോ കൃത്യമായിട്ട് പറയാൻ കഴിയും ഇതിൽ വരുമോ വരില്ലയോ എന്ന്. സോ ഇതും സെറ്റ് ആണ്. അടുത്തത് ദ കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിലെ ചോദ്യങ്ങളുടെ കളക്ഷൻ സെറ്റ് അല്ലേ? യെസ്. ഏതൊക്കെ വരും? ഈ ചോദ്യം വരും, വരും. ഓക്കെ, അടുത്തൊരു ഡെഫിനിഷൻ എടുത്തിട്ട് ചോദിച്ചാൽ ഇല്ല വരില്ല, നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. സോ അതുകൊണ്ട് എന്താണ്, അത് സെറ്റ് ആണ്. അടുത്തത് എ കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് അനിമൽസ് ഓഫ് ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള അനിമൽസിന്റെ കളക്ഷൻ, അത് സെറ്റ് ആകുമോ ഇല്ലയോ? സെറ്റ് ആകില്ല. കാരണം എന്തുകൊണ്ടാ? ഒരാൾക്ക് പൂച്ചയെ ഭയങ്കര പേടിയാണ്, അല്ലെങ്കിൽ പൂച്ച ഇതാണ്, അയാൾ പറയും പൂച്ച ഡേഞ്ചറസ് അനിമൽ ആണ്. കാരണം അയാൾക്ക് പൂച്ചയിൽ നിന്ന് മാന്തോല്ലാം കിട്ടി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നിട്ടുള്ളതാണെങ്കിൽ പറയും പൂച്ച ഡേഞ്ചർ ആണെന്ന് പറയും. പക്ഷെ പൂച്ചയെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് പെറ്റായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാർ പൂച്ച ഡേഞ്ചർ അല്ല എന്ന് പറയും. ഇനി പാമ്പിന്റെ കേസ് ഇതുപോലെ തന്നെ, ചിലർക്ക് പാമ്പ് ഭയങ്കര ഡേഞ്ചറസ് ആണ്, ചിലർക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ജീവിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മോസ്റ്റ് ഡേഞ്ചറസ് എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിക്ക് അനുസരിച്ചും അത് മാറും. അതുകൊണ്ട് അത് സെറ്റ് ആവോ? ഇല്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. അപ്പോൾ നമുക്കൊരു ചോദ്യം കിട്ടിയാൽ അത് സെറ്റ് ആണോ അല്ലയോ എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം. ലെറ്റ് എ ഈക്വൽസ് 1 2 3 4 5 6. ഓക്കെ, സെറ്റ് 1 2 3 4 5 6. ഇനി നമുക്ക് എന്താ ചോദ്യം? ഇൻസേർട്ട് ദ അപ്രോപ്രിയേറ്റ് സിമ്പൽ belongs to or not belongs to in the blank space. ഇവിടെ തന്നിട്ടുള്ള ബ്ലാങ്ക് സ്പേസുകളിൽ നമ്മൾ belongs to ആണോ not belongs to ആണോ എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക. ആദ്യം 5 സെറ്റിന്റെ അകത്തുള്ള ആളാണോ? യെസ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? belongs to അല്ലെങ്കിൽ element of. ഓക്കെ, 8 ആണോ? അല്ല. സോ not belongs to. അടുത്ത് 0 എലമെന്റ് ആണോ? അല്ല. 4 എലമെന്റ് ആണോ? യെസ്, 4 ഇവിടെ വന്നിട്ടുണ്ട്. സോ 4 എലമെന്റ് ഓഫ്. അടുത്ത് 2 എലമെന്റ് ഓഫ് ആണ്, വന്നിട്ടുണ്ട്. 10 ആണെങ്കിലോ? വന്നിട്ടില്ല. അപ്പൊ എന്തായിരിക്കും? നോട്ട് ആൻ എലമെന്റ് ഓഫ്. ഓക്കെ, അടുത്തത് റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ ദ റോസ്റ്റർ ഫോം. തന്നിട്ടുള്ള സെറ്റുകൾ അത് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക? റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഫസ്റ്റ് എത്തത് എ ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻഡിജർ. എക്സ് ഇൻഡിജർ ആണ് ആൻഡ് -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 7.
ഇവിടെ അതിൻ്റെ ഇട്ടാണ് അവരെ കണക്ട് ചെയ്തിട്ടുള്ളത്. എക്സ് ഇൻഡിജറുമാണ്, ഇതിനിടയ്ക്ക് വരുന്ന ആളുമാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ എഴുതുക. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. എ ഈക്വൽ ടു സെറ്റ് ഏതൊക്കെ വരും? ഇൻഡിജേഴ്സ് ആണ് അല്ലേ? ഇൻഡിജേഴ്സ് നമുക്കറിയാം ഏതൊക്കെയാ ഉള്ളത്? 0, 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞു ഒരു സൈഡിലോട്ട് വരും, മറ്റേ സൈഡിലോട്ട് പോകണമെങ്കിലോ -1, -2, -3 എന്ന് പറഞ്ഞും വരും. ഇതാണ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഇതിന്റെ കളക്ഷൻ ആണ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം -3 എക്സിന്റെ വാല്യൂ -3 ഈക്വൽ ആകാമോ? ആകാം. അപ്പൊ -3യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ആദ്യത്തെ ആൾ ആര് വരും? -3, -2, -1, 0. ഏതുവരെയാ വരേണ്ടേ? 7 വരെ. പക്ഷെ 7 ഉൾപ്പെടുത്തണമോ? വേണ്ട. കാരണം എക്സ് എന്ന് പറയുന്ന 7-നെക്കാട്ടി ചെറുതാണ്. 7നോട് ഈക്വൽ ആയോ? ഇല്ല. ഇവിടെ ഈക്വൽ ടു ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ 7നോട് ഈക്വൽ ആകുന്നില്ല. 7നോട് അടുത്ത് നിൽക്കുന്നതേ ഉള്ളൂ. അപ്പൊ 7 തൊട്ട് മുമ്പുള്ളത് വരെയാണ് വരുന്നത്. ഏതാണത്? 6. അപ്പൊ നമുക്ക് ഏത് വരെ വരാം? 1, 2, 3, 4, 5, 6. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മളുടെ സെറ്റ് എന്ന് പറയുന്നത്. അടുത്തത് B equal to set x such that x is a natural number less than 6. x എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്. എങ്ങനെയുള്ള നാച്ചുറൽ നമ്പർ? 6-നെക്കാട്ടി ചെറിയ നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പറിൽ 0, -1, -2 ഒക്കെ വരുമോ? ഇല്ല. അത് ഏത് തൊട്ടേ വരത്തുള്ളൂ? 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞാണ് പോകുന്നത്. അതിൽ 6-നെക്കാട്ടി ചെറുതാണ്. അപ്പൊ ഏത് വരെ വരണം? 5 വരെ വരണം. അപ്പൊ ഏതായിരിക്കും? B equal to സെറ്റ് നാച്ചുറൽ നമ്പർ അല്ലേ? 1, 2, 3, 4, 5. ഓക്കെ. അടുത്തത് C equal to set x such that x is a 2-digit natural number. x എന്ന് പറയുന്ന 2-digit natural number ആണ്. such that the sum of its digit is 8. ആ ഡിജിറ്റുകൾ തമ്മിൽ. അപ്പൊ 2-digit natural number നമുക്ക് 2 ഡിജിറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ 10. 10ൽ ഏതൊക്കെയാ 2 ഡിജിറ്റ്? 1ഉം 0യും. ഇനി ഈ 2 ഡിജിറ്റും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 8 കിട്ടണം. അങ്ങനെയാണെങ്കിൽ 10 ഇതിൻ്റെ അകത്ത് വരോ? ഇല്ല. കാരണം എന്തുകൊണ്ടാ? 1 + 0 1 ആകത്തുള്ളൂ, 8 ആകത്തില്ല. അങ്ങനെ വരുന്ന ഏതായിരിക്കും? നോക്കിക്കേ. 12 വരോ? ഇല്ല. 1 + 2 3 വരത്തുള്ളൂ. 15 വരോ? ഇല്ല. 1 + 5 16 വരത്തുള്ളൂ, 6 വരത്തുള്ളൂ. ഓക്കെ. അപ്പൊ ഏതായിരിക്കും വരുന്ന? 1 വന്നു കഴിഞ്ഞാൽ അടുത്ത് 1ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 8 വരുന്ന? 7 കൂട്ടിയാൽ. അപ്പൊ 1 വന്നു കഴിഞ്ഞാൽ നമുക്കപ്പോ സി എഴുതി നോക്കാം. സി സെറ്റ് 08 വരോ? ഇല്ല. അത് 2 ഡിജിറ്റ് നമ്പർ ആവത്തില്ല, 1 ഡിജിറ്റ് നമ്പർ ആവത്തുള്ളൂ അല്ലേ? 08 എന്ന് എഴുതുമ്പോൾ നമ്മളത് എന്താണ്? 8 ആണ്. അത് 1 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പൊ അത് നമുക്ക് എടുക്കണ്ട. അടുത്ത് വരുന്നത് ഫസ്റ്റ് 1ൽ നിന്ന് വരുന്നു. 1 ആകുമ്പോൾ ആദ്യത്തെ ഡിജിറ്റ് 1 ആയാൽ, ഓക്കെ, ആദ്യത്തെ ഡിജിറ്റ് 1 ആയാൽ രണ്ടാമത്തെ ഡിജിറ്റ് ഏതാകണം? 8 ആകണമെങ്കിൽ കൂട്ടുമ്പോ 7 ആകണം. 1 + 7 is 8 അല്ലേ? അപ്പൊ 17 ആണ് ആദ്യത്തെ എലമെന്റ്. അടുത്ത് 1ൽ ഇനി വേറെ ഏതെങ്കിലും പോസിബിൾ ഉണ്ടോ? ഇല്ല. അടുത്ത് 2 വന്നു കഴിയുമ്പോഴോ 6 അല്ലേ? അപ്പൊ 26. അപ്പൊ ഇതുപോലെ ഒന്ന് തുടർന്ന് പറഞ്ഞു നോക്കിയേ. 3, 5, 35, 4, 44. അടുത്ത് 53, 62, 71. അടുത്തിന് ഏതും കൂടെ വരും? 80 അല്ലെ? 80 നമുക്ക് വരാം അല്ലെ? അത് 2 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പോ ഇത്രയുമാണ് നമ്മളുടെ എന്തിൽ വരുന്നത്? നമ്മളുടെ സി എന്ന് പറയുന്ന സെറ്റിന്റെ അകത്ത് വരുന്നത്. ഇതിലെല്ലാ ഡിജിറ്റ് എടുത്ത് നോക്കിക്കേ. 2 ഡിജിറ്റ് നമ്പർ ആണ്. അത് കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 കിട്ടും. ഓക്കെ. യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ബാക്കി D equal to x such that x is a prime number which is divisor of 60. 60ന്റെ ഡിവൈസർ ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ്. 60ന്റെ ഡിവൈസർ ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 5 അല്ലേ? നമുക്കറിയാം എത്രയാണ്? 6 × 10 ആണ് 60 എന്ന് പറയുന്നത്. 6ന്റെ ആകുമ്പോൾ 2ഉം 3ഉം, 10ന്റെ ആകുമ്പോൾ 2ഉം 5ഉം. അപ്പൊ 2 2 പ്രാവശ്യം നമ്മൾ എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. കളക്ഷൻ നമ്മൾ പറയുമ്പോൾ അത് അതിൻ്റെ അകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നമ്മൾ പറയേണ്ട കാര്യമുള്ളൂ. അപ്പം എത്ര പ്രാവശ്യം വന്നാലും അത് എത്ര പ്രാവശ്യം പറഞ്ഞാൽ മതി? ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? D equal to 2, 3, 5. ഓക്കെ. യെസ്. അടുത്ത് ഇ എന്ന് പറയുന്നത് എന്താ? ദ സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ട്രിഗണോമെട്രി. ട്രിഗണോമെട്രി എന്ന് പറയുന്ന വാക്കിലെ എല്ലാ ലെറ്റേഴ്സുമാണ്. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. ഈക്വൽ ടു സെറ്റ് ടി. ഇതെല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതുന്നത് കേട്ടോ. TR
I G O N. വീണ്ടും നമ്മൾ ഓ എഴുതണോ? ഇവിടെ ഓ ഒരിക്കൽ എഴുതി, അടുത്ത രണ്ടാമത്തെ പിന്നെ വീണ്ടും എഴുതണോ? വേണ്ട. വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ ഉള്ളൂ. അതിനൊരിക്കലും ഓർഡറോ ഒന്നും ബാധകമല്ല കേട്ടോ. നിങ്ങൾക്ക് ഓർഡർ മാറ്റി മറിച്ച് എഴുതിയാലും അതാണ്. കാരണം ഒരു കളക്ഷൻ മാത്രമാണ്. അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടോ ഇല്ലയോ അത്ര മാത്രമേ നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ N M E T വീണ്ടും എഴുതണോ? വേണ്ട. R എഴുതണ്ട. അടുത്തെന്താണ്? Y. ഓക്കെ. അപ്പൊ ഇത്രയാണ് എന്ത് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ലെറ്റേഴ്സുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് F ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ബെറ്റർ. ബെറ്റർ എന്ന് പറയുന്ന വേർഡിലെ എല്ലാ ലെറ്റേഴ്സുകളുടെയും കളക്ഷൻ എഴുതി നോക്കാം. F ഈക്വൽ ടു സെറ്റ് B E T ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി, വീണ്ടും ഈ എഴുതണ്ട. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അടുത്തതേക്ക് റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. തന്നിരിക്കുന്ന സെറ്റുകൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുക. ആദ്യത്തെ നോക്കിക്കേ, 3 6 9 12. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഇതെല്ലാം 3ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. ഇതെന്ന് പറയുന്നത് എന്താണ്? 3 into 1 ആണ്. ഇതെന്ന് പറയുന്നത് 3 into 2 ആണ്. ഇത് 3 into 3 ആണ്. ഇത് 3 into 4 ആണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ അറിയാം 3x ആ മോഡലല്ലേ എല്ലാം കിടക്കുന്നത്. എക്സിന്റെ വാല്യൂ ഏത് തൊട്ട് ഏത് വരെയാ വന്നിട്ടുള്ളത്? 1 മുതൽ 4 വരെ. അപ്പൊ നമുക്ക് ഇതൊന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. ഓക്കെ, 3x. നമ്മളുടെ ഇവിടെ എലമെന്റ്സ് എന്താണ്? 3x ആണ്. അതില് എക്സ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 4. ലെസ് ദാൻ 4 അല്ല, ലെസ് ദാൻ പറയുകയാണെങ്കിൽ 5 പറയുക. കാരണം എക്സിന് നമ്മൾ ഇവിടെ ഏത് വരെ കൊടുത്തു? 4 വരെ കൊടുത്തു. അപ്പൊ ഇവിടെ 3x. എക്സ് ഏത് തൊട്ടാ? 1 മുതൽ 4 വരെ. 3 into 1, 3 into 2, 3 into 3, 3 into 4. അതാണ് എന്തെന്ന് പറയുന്ന നമ്മളുടെ സെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത് ഇവിടുത്തെ നമ്പേഴ്സ് നോക്കിക്കേ. 2 4 8 16 32. എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നുണ്ടോ ഈ സെറ്റിന്? യെസ്, ഇതെന്ന് പറയുന്നത് 2^1, 2^2, 2^3, 2^4, 2^5 അല്ലേ. അപ്പൊ ഇതേപോലെ നമുക്ക് ഇവിടെ എഴുതാൻ കഴിയും. ഒന്ന് പറഞ്ഞേ, 2^x. ഇവിടെ മാറിക്കൊണ്ടിരുന്ന അതാണ് അല്ലെ, 2^x. such that x is a natural number. X is a natural number less than 6. ഓക്കെ, 6നെ കാട്ടി ചെറിയ നാച്ചുറൽ നമ്പർ ആണ് എക്സ്. അപ്പൊ തലപ്പത്ത് ആരാ വരുന്നത്? എക്സ് ആണ് വരുന്നത്. അപ്പൊ 2^1 വരും. അടുത്ത രണ്ടാമത്തെ 2^2 വരും. 2^3, 2^4, 2^5. എല്ലാരും വന്നല്ലോ? യെസ്. അടുത്തത് ഇത് നോക്കിക്കേ, ഇത് എങ്ങനെയാ വരുന്നേ? 5^1, 5^2, 5^3, 5^4 അല്ലേ. അപ്പൊ ഇതേ മോഡലിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. സെറ്റ് 5^x such that x is a natural number less than 5. 5നെ കാട്ടി ചെറിയ നാച്ചുറൽ നമ്പർ ആണ് എക്സ് വരേണ്ടത്, തലപ്പത്ത് വരേണ്ടത്. ഓക്കെ, യെസ്. അപ്പോ എളുപ്പമല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തത് 2 4 6 പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. നമുക്കിവിടെ വേണമെങ്കിൽ പറയാം ഇത് 2 into 1, 2 into 2, 2 into 3 എന്ന് പറഞ്ഞു പോകുന്നതാണ്. അല്ലെങ്കിൽ തന്നെ നമുക്കിവിടെ നോക്കിക്കേ, ഇതെല്ലാം ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. അപ്പൊ നമ്മൾ വീണ്ടും മൾട്ടിപ്ലൈ ആയിട്ടൊക്കെ എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ ഈവൻ നാച്ചുറൽ നമ്പർ. ഈവൻ നാച്ചുറൽ നമ്പർ എന്ന് പറയാം. എക്സ് എന്ന് പറയുന്നത് ഈവൻ നാച്ചുറൽ നമ്പർ ആണ് എന്ന് പറയാം. അടുത്ത് ഇവിടെ നോക്കിക്കേ, 1 4 9. എന്താണ് ഈ നമ്പറുകളുടെ പ്രത്യേകത? 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ, 4 എന്ന് പറഞ്ഞാൽ എന്താ? 2 സ്ക്വയർ, 9 എന്ന് പറഞ്ഞാലോ 3 സ്ക്വയർ. ഓക്കെ, അങ്ങനെ അടുത്ത് 100 വരുമ്പോഴോ 10 സ്ക്വയർ. അപ്പൊ 1 മുതൽ 10 വരെയാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള രീതിക്ക് ഞാൻ പറഞ്ഞത് 2-3 പ്രോപ്പർട്ടീസ് വെച്ച്
എങ്ങനെ എഴുതാം എന്നുള്ളതൊന്ന് കാണിക്കാം. നേരത്തെ പോലെ എഴുതാം കേട്ടോ. നേരത്തെ നമ്മളിതാ ഇവിടെ ഇതൊക്കെ എഴുതിയ പോലെ ഈ ഒരു മോഡൽ എഴുതിയിട്ട് <11 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. ഞാൻ കുറച്ചൊന്ന് നിങ്ങൾക്കൊരു ഡിഫറെന്റ് ആയിട്ട് നമുക്കൊന്ന് അപ്രോച്ച് മനസ്സിലാകാൻ വേണ്ടി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് എക്സ് സ്ക്വയർ ആണല്ലേ വരുന്നത്, എക്സ് സ്ക്വയർ സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എൻ ആണ്. എക്സ് എന്ന് പറയുന്നത് എവിടത്തെ എലമെന്റ് ആണ്? നാച്ചുറൽ നമ്പേഴ്സിന്റെ എലമെന്റ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സിലെ ആൾക്കാരില്ലേ ഈ എക്സ് വന്നിട്ടുള്ള താഴെ വന്നിട്ടുള്ള ആൾക്കാരെല്ലാം? പക്ഷെ എല്ലാ നാച്ചുറൽ നമ്പറും വന്നോ? ഇല്ല. അപ്പൊ നമ്മൾ കോമ ഇടുക. ഏതൊട്ട് ഏതുവരെ വന്നിട്ടുള്ളൂ? 1 മുതൽ 10 വരെ, അല്ലെങ്കിൽ നമുക്ക് 10ന് താഴെ വന്നിട്ടുള്ളൂ. നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് എന്തായാലും സ്റ്റാർട്ടിങ് 1 എന്നാണ്. അപ്പൊ 10ന് താഴെ വന്നിട്ടുള്ളൂ. സോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറയാം. 10 വരെ വന്നിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 പ്രോപ്പർട്ടീസ് നമ്മൾ കോമ ഇട്ട് എഴുതി. നേരത്തെ പോലെ നിങ്ങൾക്ക് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ആ ഒരു എഴുതുന്ന സെന്റൻസിനെ ഷോർട്ട് ആക്കി എഴുതി കാണിച്ചതാണ് ഇത്. ക്ലിയർ അല്ലേ? അടുത്തത് ലിസ്റ്റ് ഓൾ ദ എലമെന്റ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്. തന്നിട്ടുള്ള സെറ്റിലെ എല്ലാ എലമെന്റുകളെ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം. എ എന്ന് പറയുന്നത് എക്സ് ഈസ് എൻ ഓഡ് നാച്ചുറൽ നമ്പർ. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഏതൊക്കെയായിരിക്കും വരുന്നത്? 1, 3, 5, 7, 9 എക്സെട്ര. ഓക്കെ, അടുത്തത് b ഈക്വൽ ടു എക്സ്, എക്സ് ഈസ് എൻ ഇന്റിജർ -1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2. -1/2നെ കാട്ടി, അതായത് -അരയെക്കാട്ടി വലുതും 9/2നെ കാട്ടി ചെറുതുമായിട്ടുള്ള നമ്പേഴ്സ്. -1/2 കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഇന്റിജർ ഏതാ? 0 ആണല്ലേ. അടുത്ത് വരുന്നത് 0 ആണ്. 9/2 എന്ന് പറയുമ്പോൾ 4.5. 4.5ന് തൊട്ട് മുമ്പുള്ള ഇന്റിജർ ഏതാ? അത് 4 ആണ്. അപ്പൊ നമുക്ക് ഏതോട്ട് ഏതുവരെ എക്സിന് വാല്യൂസ് കൊടുക്കേണ്ടേ? 0 മുതൽ 4 വരെയുള്ള ഇന്റിജേഴ്സ് വേണം എഴുതാൻ. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. b ഈക്വൽ ടു സെറ്റ് 0, 1, 2, 3, 4. ഓക്കെ, യെസ്. അടുത്ത് c ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എൻ ഇന്റിജർ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. എക്സ് എന്ന് പറയുന്ന ഇന്റിജർ ആവണം. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 4നെ കാട്ടി ചെറുതാകണം. എക്സ് സ്ക്വയർ 4നെ കാട്ടി, പോസിറ്റീവ് കേസ് മാത്രം എടുക്കണം. എക്സ് സ്ക്വയർ 4നെ കാട്ടി ചെറുതാവണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം എക്സ് എന്ന് പറയുന്നത് 2നെ കാട്ടി ചെറുത്. ഇവിടെ 4നെ കാട്ടി ചെറുതോ ഈക്വൽ ആകണം. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 2നെ കാട്ടി ചെറുതോ ഈക്വൽ ആവണം. രണ്ട് സൈഡ് റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും 2നെ കാട്ടി. അതായത് ഏതൊക്കെ വരാം? ഇന്റിജേഴ്സ് വരുമ്പോൾ ഏതൊക്കെ വരാം? 2 വരാം, 1 വരാം, 0 വരാം. ഇനി നെഗറ്റീവ് കേസിലാണെങ്കിലോ? നെഗറ്റീവ് കേസ് ആകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് വേണം നോക്കാം, നെഗറ്റീവ് നിന്ന് മുകളിലോട്ട് വേണം നോക്കാം. അപ്പൊ -2 വരാം, -1 വരാം. ഓക്കെ, കാരണം സ്ക്വയർ എടുക്കുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ചിഹ്നം പോവുകയാണ് കേട്ടോ, അതുകൊണ്ടാണ് അത് വരുന്നത്. അപ്പൊ c ഈക്വൽ ടു ഏതൊക്കെ വരാം? -2, -1, 0, 1, 2 അത്രയും വരാം. ക്ലിയർ അല്ലേ? അടുത്തതിലോട്ട്. അടുത്തത് d എന്ന് പറയുന്ന എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ലോയൽ. ലോയൽ എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സ് ആണ്. അതായത് ഏതൊക്കെ വരാം? d ഈക്വൽ ടു L, O, Y, A. L എഴുതണോ? വേണ്ട. ഓക്കെ, അടുത്ത് E. X such that X is a month of a year not having 31 days. 31 ദിവസം വരാത്ത മാസങ്ങളാണ്. ഏതൊക്കെയാണ് പറഞ്ഞു നോക്കിക്കേ? ജാനുവരി 31 വരും അല്ലെ. അടുത്ത ഫെബ്രുവരി, മാർച്ച് വരും, ഏപ്രിൽ, മെയ് വരും, ജൂൺ അല്ലെ. അടുത്ത് ജൂലൈ വരില്ല, ഓഗസ്റ്റ് വരില്ല, സെപ്റ്റംബർ, ഒക്ടോബർ വരില്ല, നവംബർ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്ത് വരുന്നത്? 31 ദിവസം വരാത്ത മാസങ്ങൾ. ഇയർ, മന്ത് ഓഫ് ഇയർ നോട്ട് ഹാവിംഗ് ആണ് കേട്ടോ. ഹാവിംഗ് 31 ഡേയ്സ് എന്ന് പറഞ്ഞാൽ മറ്റേതാണ് എഴുതേണ്ടത്. ഇവിടെ നോട്ട് ഹാവിംഗ് ആയതുകൊണ്ടാണ് വരാത്ത മാസങ്ങൾ നമ്മൾ എഴുതിയത്. അടുത്ത് f ഈക്വൽ ടു എക്സ്. എക്സ് ഈസ് എ കോൺസണന്റ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് വിച്ച് പ്രസീഡ്സ് കെ. കെക്ക് മുമ്പായിട്ട് വരുന്ന കോൺസണൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയായിരിക്കും? നമുക്ക് ആദ്യം എ എന്ന് തുടങ്ങാം അല്ലെ. എ എന്ന് പറയുന്നത് വൊവലാണ്, അപ്പൊ വരില്ല. അടുത്ത ഏത് വരും? ബി, സി, ഡി. ഈ വരോ? ഇല്ല, വൊവലാണ്. എഫ്, ജി,
എച്ച് ഐ വരോ? ഇല്ല. ജെ അടുത്തിനി ഏതെങ്കിലും വരോ? ഇല്ല. അടുത്ത കെ വരും. എൽ ജെ കെ എൽ എം എൻ ഇതൊക്കെ കെ എന്ന് പറയുന്ന കെ തന്നെയാണ്. എൽ എം എൻ എന്ന് പറയുന്നത് അതിനെ സക്സീഡ് ചെയ്ത് വരുന്ന ആൾക്കാരാണ്. അപ്പൊ പ്രൊസീഡ് ചെയ്ത് വരുന്നതെന്ന് പറയുമ്പോൾ അതിന് മുമ്പ് വരുന്ന ഇത്രയല്ലേ വരത്തുള്ളൂ. അപ്പൊ ഇതാണ് നമ്മളുടെ സെറ്റ് എന്ന് പറയുന്നത്. അടുത്തേതാ? മാച്ച് ഈച്ച് ഓഫ് ദ സെറ്റ് ഓൺ ദ ലെഫ്റ്റ് ഇൻ ദ റോസ്റ്റർ ഫോം വിത്ത് ദ സെയിം ഓൺ ദ റൈറ്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. അപ്പൊ ഇവിടെ നമുക്ക് ഓരോന്നും റോസ്റ്റർ ഫോമിൽ തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിരിക്കുന്നതായിട്ട് മാച്ച് ചെയ്യുക. ആദ്യം 1 2 3 6 ഇതിൽ ഏത് വരും? പ്രൈം നമ്പർ വരുന്നുണ്ടോ? എക്സ് ഈസ് എ പ്രൈം നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 6. ഇതിൽ 1 6 പ്രൈം അല്ല അല്ലേ? അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക വേണ്ട. അപ്പൊ ഏതായിരിക്കും വരുന്ന? നോക്കിക്കേ, എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 6. ഇതെല്ലാം എക്സിന്റെ ഡിവൈസേഴ്സ് അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ നമുക്ക് ഏതുമായിട്ട് മാച്ച് ചെയ്യാം? സിയുമായിട്ട് മാച്ച് ചെയ്യാം. അപ്പം 1 എന്ന് പറയുന്നത് ആരുമായിട്ടാ മാച്ച്? സിയുമായിട്ടാണ് മാച്ച്. അടുത്ത് 2 3 എന്ന് പറയുന്നത് ഏത് വരും? നോക്കിക്കേ, അതും 6ന്റെ ഡിവൈസേഴ്സ് ആണ്, പക്ഷെ പ്രൈമും കൂടെയാണ്. അപ്പൊ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഏതുമായിട്ട് മാച്ച് ചെയ്യാം? എയുമായിട്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമുക്ക് എയുമായിട്ട് മാച്ച് ചെയ്യാം. ഓക്കെ. അടുത്ത തേർഡ് വരുന്ന ഏതാ? MATHEICS. കിട്ടിക്കാണോ അല്ലേ? ഈസി ആയിട്ട്. യെസ്, ദേ ആർ ഇൻ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വാക്കുകളുടെ ലെറ്ററുകളാണ്. അപ്പോ തേർഡ് വൺ എന്ന് പറയുന്നത് ഏതുമായിട്ട് മാച്ച് ചെയ്യാം? ഡിയുമായിട്ട്. അടുത്ത് 1 2 3 5 7 9 അതെന്ന് പറയുന്നത് എന്താ? ഓഡ് നാച്ചുറൽ നമ്പർ ആണ്, ലെസ് ദാൻ 10 ആണ്. സോ നമുക്ക് അതിനെ ഏതുമായിട്ട് മാച്ച് ചെയ്യാം? ബിയുമായിട്ട് മാച്ച് ചെയ്യാം. ഓക്കെ, അതിനെ നമുക്ക് ബിയുമായിട്ട് മാച്ച് ചെയ്യാം. അപ്പൊ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഏതുമായിട്ട് മാച്ച് ചെയ്യാം? ബിയുമായിട്ട് മാച്ച് ചെയ്യാം. അപ്പോ നമ്മൾ ഇവിടെ കണ്ടത് സെറ്റിന്റെ ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെയാണ്. എന്താണ് സെറ്റ്? ആ സെറ്റ് എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? ഏതൊക്കെ രീതിയിലാണ് നമുക്ക് സെറ്റ് റെപ്രസെന്റ് ചെയ്യേണ്ടത്? ഒരു വസ്തു അതിൽ സെറ്റിൽ ഉണ്ടോ ഇല്ലയോ എന്നെങ്ങനെ മനസ്സിലാക്കാം? നമുക്ക് തന്ന ഒരു കളക്ഷൻ എന്ന് പറയുന്നത് സെറ്റ് ആകുമോ ഇല്ലയോ എന്നെങ്ങനെ മനസ്സിലാക്കാം? എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റ്, വ്യത്യസ്തമായിട്ടുള്ള ഒത്തിരി സെറ്റുകൾ, എംടി സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ്, അങ്ങനെ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒത്തിരി സെറ്റുകളെ പറ്റി പഠിക്കാം. കൂട്ടത്തിൽ നമുക്ക് സബ്സെറ്റ്സും പഠിക്കാം. അതിന്റെ പ്രോബ്ലംസും കാര്യങ്ങളും എല്ലാം ഊന്നി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ NCERT എസെൻഷ്യൽ എന്ന് പറയുന്നത് നമുക്കറിയാം, JEEയുടെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? NCERT ആണ്. സോ ആ NCERTയുടെ മുഴുവൻ പ്രോബ്ലങ്ങളും സോൾവ് ചെയ്യുന്ന ക്ലാസ് ആണ് NCERT എസെൻഷ്യൽ എന്ന് പറയുന്നത്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ബൈ.